ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ആത്മീകമായ ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യവും ഇവിടെ നടക്കുന്ന യോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം അറിയിക്കേണ്ടതിന് എന്നെ ക്ഷണിച്ച കിഴക്കേക്കോട്ട വചന സഭയോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ സഭ എനിക്ക് നൽകിയ ആത്മീക സഹകരണവും പിന്തുണയും വിസ്മരിക്കാനാകാത്തതാണ്. ഇന്ന് രാത്രിയും വളരെ സന്തോഷത്തോടെ ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ആത്മീയ പ്രവർത്തനങ്ങളെ ദൈവമായ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. കഴിഞ്ഞ 4 രാത്രികളിലായി ഈ സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായിട്ട് അറിയിക്കപ്പെട്ടു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ദൈവവചന ശുശ്രൂഷ തുടർന്നും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, ഇവിടെ ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വന്ന രംഗമാണ്. അന്ന് എൻ്റെ കൂടെ പ്രസംഗിക്കാനുണ്ടായിരുന്ന ചോട്സായിപ്പാണ്. ഞാൻ വാസ്തവത്തിൽ ഭീതിയോടുകൂടെയാണെന്ന് കിഴക്കേക്കോട്ട കൺവെൻഷന് കടന്നു വന്നത്. ഇപ്പോഴും പേടി മാറിയിട്ടില്ല. എന്നാൽ അന്ന് ഒരു വല്ലാത്ത ശങ്കയോടുകൂടിയാണ് ഇവിടെ പ്രസംഗവേദിയിലേക്ക് വന്നത്. അതിനുശേഷം അനവധി പ്രാവശ്യം ഇവിടെ ദൈവവചനം പങ്കിടുവാൻ ഇടയായിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങളിലും അതിനുള്ള അവസര കർത്താവ് ലഭ്യമാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കേണ്ടതിന് അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചില നാളുകൾക്ക് മുൻപ് ഞാനിവിടെ ഒരു രാത്രി പ്രസംഗിക്കാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലെ പ്രസംഗം പൗലോസിൻ്റെ മാനസാന്തരം എന്ന വിഷയമല്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രതിവാദത്തിലെ ആ വാക്യത്തെ ആധാരമാക്കി ഒരു സുവിശേഷ ദൂത് നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ പൗലോസിനേക്കാൾ വളർന്നു നിന്നവർ ആരും തന്നെ ഉണ്ടായിട്ടില്ല. പൗലോസിനൊപ്പവും ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഈ കഴിഞ്ഞ സഭയുടെ 2000 കൊല്ലക്കാലം പരിശോധിച്ചാലും പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ദൈവം നിർവഹിച്ച വേലകൾ അത്യുന്നതമായ ഒരു മണ്ഡലത്തിൽ നിലകൊള്ളുന്നു എന്ന കാര്യം നമുക്കറിയാം. താൻ ചെയ്ത ശുശ്രൂഷകൾ ശരിയായ നിലയ്ക്ക് വിലയിരുത്തണമെങ്കിൽ നിത്യതയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. തൻ്റെ പ്രവർത്തനത്താൽ ഉണ്ടായ സഭകൾ, തനിക്കുണ്ടായ വെളിപ്പാടുകൾ, താൻ എഴുതിയ ലേഖനങ്ങൾ, തൻ്റെ കഷ്ടപ്പാടുകൾ, ദിവ്യദർശനങ്ങൾ എല്ലാം 10 20 പുരുഷായുസ് കൊണ്ട് സാധിക്കാവുന്നതിലും അധികമാണ്. പൗലോസ് അപ്പോസ്തലനായിരിക്കും ഒരുപക്ഷെ യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രൈസ്തവ സഭ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് പറയുന്നു. പൗലോസിന്റെ പ്രാർത്ഥനകൾ പോലും, ഈ അടുത്തിടെ പുസ്തകത്തിൽ വായിച്ചത്, പൗലോസിന്റെ പ്രാർത്ഥനകൾ പോലും പഠിച്ചു തീർക്കുവാൻ ഈ 2000 കൊല്ലക്കാലമായി സഭയിലെ ബുദ്ധിമാന്മാരായ ദേവദാസന്മാർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
വളരെ വിശകലനത്തിന് വിധേയമാകേണ്ട ആ വ്യക്തിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും നമ്മുടെ അവധാനപൂർവമായ ചിന്തയ്ക്ക് വിഷയമാകേണ്ടതാണ്. അത്രയ്ക്കും ഉന്നതമായ, അത്രയ്ക്കും വിശിഷ്ടമായ ഒരു പ്രവർത്തനമാണ് പൗലോസ് കാഴ്ചവെക്കുവാനിടയായത്. പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ കഷ്ടതകൾ എന്ന് പറയുന്നത് ബൃഹത്തായതാണ്. ഞാൻ എന്തെല്ലാം സഹിച്ചിരിക്കുന്നു എന്ന് ഒരു ലേഖനത്തിൽ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ശ്രമമിട്ടിട്ട് എന്തെല്ലാം എന്നുള്ളത് എഴുതാമെന്ന് വെച്ചാൽ അതൊരു വലിയ നീണ്ട പട്ടികയാണ്. അത്രമാത്രം കഷ്ടപ്പാടുകൾ കർത്താവിന് വേണ്ടി പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് പ്രവർത്തിച്ചതിനെ കുറിച്ച് താൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു വാക്ക്, മറ്റപ്പസ്തോലന്മാരുമായിട്ട് തുലനം ചെയ്താൽ ഞാൻ അവരെക്കാളെല്ലാം അധ്വാനിച്ചിട്ടുണ്ട്. കഴിവുകൊണ്ടല്ല, അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. അകാലപ്രജ പോലെയുള്ള ഒരുവനാണ്. അതായത് കാലം തെറ്റി വന്ന ഒരാളാണ്. മാസം തികയാത്ത ഒരു കൊച്ചാണ് ഞാൻ. പക്ഷെ എന്നെ ദൈവം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉപയോഗിച്ചു. അവിടെ പൗലോസ് മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയാണ്. അങ്ങനെ പ്രതിബന്ധങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ കഷ്ടതകളുടെ ആധിക്യം അനുഭവിച്ചുകൊണ്ട് തന്നെ കാരാഗ്രഹത്തിന്റെ ഭിത്തികൾക്ക് തടസ്സപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം സുവിശേഷവൽക്കരണത്തിന്റെ അജയ്യമായ പാതയിലൂടെ അനേകം പതിറ്റാണ്ടുകൾ ഉപയോഗിക്കപ്പെട്ട അത്യുന്നതനായ ദൈവദാസനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. നാം ഈ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ പൗലോസിന്റെ ഒരു പ്രതിവാദമാണ്. പൗലോസിനെ ചോദ്യം ചെയ്യുകയാണ്. വിസ്തരിക്കുവാനിരിക്കുന്ന വിസ്താര സഭയുടെ മുൻപാകെ പൗലോസ് സമർത്ഥിക്കുന്ന ചില കാര്യങ്ങളാണ് 26-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഖണ്ഡിക മുഴുവനും നാം വായിക്കുന്നു. അതിനുശേഷം ഉള്ള രംഗമെന്ന് പറയുന്നത് രോമാഞ്ചത്തോടുകൂടെ അല്ലാതെ വായിപ്പാനായിട്ട് കഴിയുകയില്ല. ഭാരമേറിയ ചങ്ങല ഉയർത്തിക്കൊണ്ട് പൗലോസ് അഭിമാനത്തോടെ പറയുകയാണ്, ഈ ചങ്ങല എൻ്റേത് മാത്രമായിരിക്കട്ടെ, എനിക്കുള്ള ബഹുമതി പത്രമായി, എനിക്കുള്ള അംഗീകാരമായി ഇത് എനിക്കിരിക്കട്ടെ. പക്ഷെ ഇതൊഴികെ നിങ്ങൾ എന്നെ പോലെയാകണം, ക്രിസ്ത്യാനിയാകണം എന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. ഒരു ചരിത്രകാരൻ പറഞ്ഞത്, പൗലോസ് ആ ഭാരമേറിയ ചങ്ങല ഉയർത്തി ഇതൊഴികെ നിങ്ങൾ എന്നെ പോലെയാകണം, ഇതെന്റേത് മാത്രമാണ് എന്ന് പറയുമ്പോൾ അഗ്രിപ്പ രാജാവിന്റെ ഫെസ്തോസിന്റെ മുൻപാകെയുള്ള വിസ്താര സഭയുടെ മതിലുകൾ നടുങ്ങിപ്പോയി കാണും എന്നാണ്. കാരണം അത്രയ്ക്കും അഭിമാനത്തോടുകൂടെയാണ് ക്രിസ്തുവിന് വേണ്ടി ആ ചങ്ങല താൻ ചുമക്കുവാൻ ഇടയായി. എന്റെ വിഷയം ഞാൻ അങ്ങനെ അങ്ങ് പരത്തി പറഞ്ഞു പോകുകയല്ല. പക്ഷെ ആ പ്രതിവാദത്തിലെ ഒരുപക്ഷെ പൗലോസിന്റെ 5-ാമത്തെ പ്രതിവാദമായിരിക്കാം, അതിനകത്തുള്ള ഒരു വാക്യമാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ വിസ്താരത്തിനായിട്ടിരിക്കുന്നവര് അക്കാലത്തെ ഏറ്റവും മഹാരഥന്മാരായ ആളുകളാണ്. യഹൂദ്യ ദേശത്തിലെ രാജാവായ അഗ്രിപ്പാവ് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരിയായ ബർന്നീക്ക് അവിടെ വന്നിട്ടുണ്ട്. അവൾ സഹോദരി മാത്രമല്ല, അവിഹിത ബന്ധമുള്ള സഹോദരിയാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അവർ രണ്ടുപേരും അത്യാഡംബരത്തോടുകൂടെ ആ വിസ്താര മണ്ഡപത്തിലേക്ക് വന്നു. അവിടെ ഇരിക്കുന്ന മറ്റൊരാള് ദേശാധിപതിയായ ഗവർണറായ ഫെസ്തോസാണ്. അവരുടെ മുൻപാകെ വന്നിട്ടുള്ളവർ നഗരത്തിലെ പ്രമുഖരായ ആളുകളാണ്, സഹസ്രാധിപന്മാരാണ്. മാത്രമല്ല അവിടെ വമ്പിച്ച ഒരു പുരുഷാരവും വിചാരണ മണ്ഡപത്തിൽ കൂടി വന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്, മുൻ അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം തുളുമ്പുന്ന കാലത്ത് യഹൂദ്യ ദേശത്തിലെ രാജാവും ഗവർണറും ഇരിക്കുന്ന ആഡംബരപൂർണമായിരിക്കുന്ന വേദിയിലേക്ക്, ജനം കാതോർത്തു നിൽക്കുന്ന വിസ്താര സഭയുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ബന്ധനസ്ഥനായ, വൃദ്ധനായ, ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ ആരോഗ്യം തീരെ ഇല്ലാത്ത ശരീരത്തോടു കൂടിയ ഒരു കുറിയ മനുഷ്യൻ കടന്നു വരികയാണ്. അവനാണ് ദൈവത്തിന്റെ സ്വർഗത്തിന്റെ സ്ഥാനാപതി എന്ന് വിളിക്കപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ്. ഞാൻ വിചാരിക്കുന്നത് ആ വിസ്താര സഭയുടെ മുൻപാകെ അന്ന് വന്ന പൗലോസിനെ പോലെ ഒരാളെ ലോകത്തിൽ മറ്റൊരു കോടതിക്കും വിധിക്കേണ്ടി വരികയില്ല, ശ്രദ്ധിക്കേണ്ടി വരികയില്ല. അത്രയ്ക്ക് ഉജ്ജ്വലമായ ഒരു രംഗത്തിന്
ആ രംഗം സാക്ഷ്യം വഹിപ്പാൻ ഇടയായി. അതാണ് നാം അവിടെ കാണുന്ന കാഴ്ച. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ച കാര്യം, പൗലോസിന് വിസ്തരിക്കുവാൻ ഇരിക്കുന്ന ആ നേതൃത്വം മുഴുവനും സുവിശേഷത്താൽ വിസ്തരിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു പ്രതീതിയാണ് അവിടെ നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകുന്നത്. അതായത് ന്യായാധിപസ്ഥാനത്തിരിക്കുന്നവരെ തടവുകാരൻ വിസ്തരിക്കുന്നത് പോലെ വൈരുദ്ധ്യാത്മകമായ ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായി എന്നുള്ളതാണ്. പൗലോസ് കേവലം പ്രതിവാദം നടത്തി എന്ന് മാത്രമല്ല നാം വായിക്കുന്നത്. 26-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്നവർ എന്ന്. അപ്പോൾ കേവലം വാദപ്രതിവാദം നടത്തുക, അല്ലെങ്കിൽ തന്റെ ഭാഗം ന്യായീകരിക്കുവാനുള്ള പ്രതിവാദം നടത്തി മുന്നേറുക എന്നുള്ളതിനേക്കാൾ ആ രംഗത്തെ താൻ ഒരു പ്രസംഗവേദിയാക്കി മാറ്റുകയായിരുന്നു. ഒരു ചരിത്രകാരൻ പറഞ്ഞതുപോലെ, എപ്പിക്കൂരിയനും സ്തോയിക്കരുമായ മഹാതത്വജ്ഞാനികൾ നിറഞ്ഞു നിൽക്കുന്ന അഥേനയിലെ അരിയോപകുന്ന് എന്ന പ്രസംഗവേദിയിൽ, മാർക്സിന്റെ നാമധേയത്തിലുള്ള ആ പ്രസംഗവേദിയിൽ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രസംഗം പൗലോസ് നടത്തിയത്, അതിനേക്കാൾ ഒട്ടും കുറയാത്ത തലത്തിലും തരത്തിലുമാണ് അവിടെ പൗലോസ് പ്രസംഗിക്കുവാനിടയായത്. തന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സുവിശേഷം എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ പൗലോസ് അവിടെ പറയുകയായിരുന്നു. അർത്ഥാവസരത്തെ പോലും സുവിശേഷവൽക്കരണത്തിന്റെ സാധ്യതയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന പൗലോസിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ പൗലോസ് താൻ എന്തിനാണ് ഇവിടെ വിസ്തരിക്കപ്പെടുന്നത് എന്ന കാര്യം അവിടെ വ്യക്തമാക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ ഇത് പറയുമ്പോൾ ഒരു വേദവാക്യം ഇവിടെ നിന്ന് നോക്കുന്നത് നല്ലതാണ്. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ചരിത്രം എഴുതുകയാണ്. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം. യഹൂദ മതത്തിലെ എന്റെ മുൻപേ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലരായവരുടെ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഇതാണ്. പൗലോസിന്റെ രക്ഷിക്കപ്പെട്ട അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. ദൈവം തന്നെ തന്റെ കൃപയാൽ വിളിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിച്ച 13-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിച്ച ഒരുവനാണ് ഞാൻ. ക്രിസ്തു സഭയെ ഇല്ലാതാക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത ഒരാളാണ് ഞാൻ. ദൈവസഭ ലോകത്തിൽ പാടില്ല, ക്രിസ്തുമാർഗ ലോകത്തിൽ പാടില്ല എന്നുള്ള നിലയ്ക്ക് അതിനെ ഉച്ചാടനം ചെയ്യുവാൻ അശ്രാന്ത പരിശ്രമം ഞാൻ ചെയ്തു. അവൻ പറയുന്നത്, ഞാൻ യഹൂദ മതത്തിൽ മറ്റു പലരെക്കാളും ഈ കാര്യത്തിൽ മുന്നോട്ട് പോയ ഒരുവനാണ്. അതിന്റെ കാരണം എനിക്കൊരു പിതൃപാരമ്പര്യമുണ്ട്, അത് ഞാൻ എരിവേറി നടക്കുന്നവനായിരുന്നു. ഞാൻ സഭയെ മുടിക്കുവാൻ തീരുമാനിച്ച ഒരുവനാണ്. എന്നാൽ അവിടെ ദൈവകൃപ ചെയ്ത ഒരു മഹാത്ഭുതം പൗലോസ് പറയുകയാണ്. നമ്മൾ വലിയ വായിച്ചത്, എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ ദൈവം വിളിച്ചു എന്നുള്ളതാണ്. അസാധാരണമായ ഒരു കാര്യത്തെ പൗലോസ് ആ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഏതൊരു മാർഗത്തെയാണോ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ഏതൊരു ക്രിസ്തു സഭയെ മുടിക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്, എന്റെ ആയുസ്സിന്റെ ഒരു കാലഘട്ടം മുഴുവനും എന്തിനു വേണ്ടിയാണോ ഞാൻ പ്രവർത്തിച്ചത്, അങ്ങനെയുള്ള നിഷ്ഠൂരനായ എന്നെ, ഉപദ്രവിയായ എന്നെ, മഹാപാതകനായ എന്നെ, ക്രൈസ്തവ സഭ ഇല്ലാതാക്കാൻ ശ്രമിച്ച നീചനായ എന്നെ ദൈവം തന്റെ കൃപയാൽ രക്ഷിച്ചു. അത് ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. ഇന്ന്
ഇന്ന് രാത്രിയും അതാണ് ദൈവം ഇവിടെയും ചെയ്യുന്നത്. കുറ്റവാളിയായ നിഷ്ഠൂരനായ ഒരു പാപിയെ ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കുകയാണ്. നമുക്കറിയാമല്ലോ, വാസ്തവത്തിൽ കൃപ കാൽവരിയിലെ ക്രൂശിലാണ് വെളിപ്പെടുന്നത്. അവിടെ പാപിയായ ഒരുവൻ നിൽക്കുമ്പോൾ നീതിമാനായ ദൈവം ന്യായാധിപനായിട്ട് വന്ന് ശിക്ഷിക്കേണ്ടതാണ്. പക്ഷെ കൃപ ചെയ്തത് ആ ന്യായാധിപനായവൻ തന്നെ കുറ്റങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിക്കുന്നത് കൊണ്ട് അനർഹനായ പാപിക്ക് പാപത്തിൽ നിന്ന് മോചിക്കപ്പെടാം. ഞാനിവിടെ വ്യക്തമായിട്ട് പറയാം, ഒരു കുറ്റവും ചെയ്യാത്തവൻ ന്യായാധിപനായി വരേണ്ട നീതിമാനായ ദൈവം ലോകത്തിന്റെ പാപത്തെയും പാപത്തിന്റെ ന്യായവിധിയെയും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഒരിക്കലും വിടുവിക്കപ്പെടുവാൻ സാധ്യമല്ലാത്ത ഹീനനായ ഒരു പാപി ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നു. അതിന് വെല്ലാവുന്ന ഒരു മഹാത്ഭുതം ഈ ലോകത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടില്ല. ഇന്ന് രാത്രി അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് കൃപയുടെ ഒരു അത്ഭുതമാണ്. ഇനി ആ അധ്യായത്തിലെ ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കുക. 23-ാമത്തെ വാക്യം, ഗലാത്യർ 1:23. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ വിളിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ വാക്യം വാസ്തവത്തിൽ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. കൃപയുടെ മറ്റൊരു പ്രയോജനം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കൃപ എന്നെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, ഏതൊരു വിശ്വാസത്തെയാണോ മുടിക്കുവാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചത്, ആ വിശ്വാസത്തെ ഞാൻ പ്രസംഗിപ്പിക്കുവാൻ എന്നെ കൊണ്ട് ദൈവത്തിന്റെ പ്രസാദം തോന്നി എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ മുടിച്ച വിശ്വാസത്തെ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു. ഏതൊരു ക്രിസ്തുവിനെതിരായിട്ട് ഞാൻ ജീവിച്ചോ അവനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നു. ഏതൊരു മാർഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോ ആ മാർഗത്തിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിക്കുന്നു. ഞാൻ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിനെ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ. ഇന്ന് രാത്രി അതാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ ദൈവം ചെയ്യുന്നത്. ക്രൂശിനെതിരാളികളെ കൊണ്ട് ക്രൂശിനെ പ്രസംഗിക്കത്തക്കവണ്ണം രൂപാന്തരം വരുത്തുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നു. ഇത് രണ്ടും അത്ഭുതമായിട്ടാണ് പൗലോസ് പറഞ്ഞത്. ഒന്ന്, നിഷ്ഠൂരനായ സഭയെ ഉപദ്രവിച്ച എന്നെ കൃപയാൽ ദൈവം വിളിച്ചു. രണ്ടാമത്തെ കാര്യം, ആ കൃപയെ കുറിച്ച് പറയുവാൻ എന്നെ നിയോഗിച്ചു. ഞാൻ ഈ കഴിഞ്ഞ കാലത്തൊക്കെ അത് ചെയ്യുവാനിടയായി. ഇത് ഇവിടെ മാത്രമല്ല, പൗലോസ് വേറെ ലേഖനങ്ങളിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുക. വേദപുസ്തകത്തിലെ വാക്യമായതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതുകൂടെയാണ്. ഈ കാര്യം ഇങ്ങനെ തന്നെ പറയുന്നു. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം, 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കും. ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഇവിടെ താൻ പറയുകയാണ്, എന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞകാല ചരിത്രം നോക്കിയാൽ ദൂഷകനാണ്, ഉപദ്രവിയാൻ. അതിന്റെ താഴെ ഒരു വാക്കുകൊണ്ട്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്റെ അവസ്ഥ ഏതാണ്? ഞാൻ പാപിയാണ്. എന്നാൽ ആ പാപിയായ എന്നോട് ദൈവം കരുണ കാണിച്ചു. നിഷ്ഠൂരനായ ഉപദ്രവിയായ ദൈവസഭയ്ക്കെതിരായി ജീവിച്ച എന്നോട് ദൈവം കരുണ കാണിച്ചു. അത് ദൈവത്തിന്റെ ആശ്ചര്യകരമായ പ്രവൃത്തിയാണ്. എന്നിട്ടെന്താ ദൈവം ഇപ്പൊ ചെയ്യുന്നത്? 12-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക. എനിക്കു ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചോ, എന്നെ ദൈവം രക്ഷിച്ചു എന്ന് മാത്രമല്ല, എന്നെ വിശ്വസ്തൻ എന്നെണ്ണി തന്റെ ശുശ്രൂഷയ്ക്കായി നിർത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എത്ര അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത്. കുറ്റക്കാരനായ, നിഷ്ഠൂരനായ, നരകയോഗ്യനായ, സ്വർഗത്തേക്ക് നോക്കാൻ അവകാശമില്ലാത്ത ഒരു ഹീനനായ പാപിയെ വിശുദ്ധനായ ദൈവം തന്റെ കൃപയുടെ കരങ്ങളാൽ രക്ഷിച്ചിട്ട് അവന്റെ മേൽ ദൈവത്തിന്റെ അന്യാദൃശമായ കൃപയുടെ പ്രവാഹം നൽകിയിട്ട് അവനെ ദൈവവിധനാക്കി മാറ്റിയിട്ട് അവനെ ഉപയോഗിച്ച് ആ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഇടവരുത്തുക. അതാണ് ഇന്ന് രാത്രി ദൈവം ചെയ്യുന്ന അത്ഭുതം എന്ന് പറയുന്നത്. കുറ്റവാളിയെ രക്ഷിച്ചിട്ട് അവനെ സുവിശേഷം അറിയിക്കുവാൻ ഒരു വിശുദ്ധനാക്കി മാറ്റുക. പൗലോസ് പറഞ്ഞു, എന്നിൽ ചെയ്ത കാര്യം അതാ
നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അഗ്രിപ്പാവ് പറഞ്ഞു പൗലോസിനോട്, നിന്റെ കാര്യം പറഞ്ഞോളൂ. അവൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? കൈ നീട്ടി പ്രതിപാദിച്ചത് എന്തെന്നാൽ. എന്തിനാ കൈ നീട്ടിയത് എന്നെനിക്കറിയാൻ പാടില്ല. പക്ഷെ ബന്ധനസ്ഥനായ ഒരുവനാണ്. ആ കൈകൾ ചങ്ങലയുള്ള കൈകളായിരിക്കാം. കാലുകളിൽ ചങ്ങലയിട്ട് അവിടേക്ക് വരാൻ കഴിയില്ല. ഒരുപക്ഷെ കൈകളിൽ ചങ്ങലയിട്ട് അവനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കാം. ആ ചങ്ങലയിട്ട കരങ്ങൾ അവൻ മുൻപിലേക്ക് നീട്ടി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്, കിരീടങ്ങൾ കാത്തിരിക്കുകയാണ്, എനിക്ക് തരും. എന്റെ തലയിൽ അവൻ കിരീടം വയ്ക്കും. അവന് വേണ്ടി പ്രവർത്തിച്ചതിന് എനിക്ക് അവൻ കിരീടങ്ങൾ തരും. അത് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ക്രൈസ്തവ സഭ കാഴ്ചവെച്ചിട്ടുള്ള ഏറ്റവും ഉന്നതനായ ഈ സേനാനിക്ക് ആ കൈകൾ നിറയെ പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ അവിടെ വെച്ച് നൽകും. പൗലോസ് അത് വാങ്ങും. മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തിലല്ല, ബന്ധനസ്ഥനായ നിലയിലല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നിത്യതയുടെ അനുഭവമായ മഹത്വത്തിൽ ആ കൈകൾ നിറയെ അവൻ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങും. പക്ഷെ ഈ ലോകത്തിൽ വെച്ച് അവന് കിട്ടിയ ആ ചങ്ങല ആ കൈകളിൽ വഹിച്ചുകൊണ്ട് കൈകൾ നീട്ടി അവൻ സന്ദേശം അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ഹൃദയാവർജകമായ ഒരു രംഗമാണിത്. ആ കൈകൾ നീട്ടിക്കൊണ്ട് അവൻ പ്രസംഗം തുടങ്ങുകയാണ്. നാം അതിന്റെ ആദ്യ ഭാഗം വായിച്ചാൽ, ഞാൻ വാക്യങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല കേട്ടോ, 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ യഹൂദ മതത്തോട് വലിയ വിധേയത്വം ഉള്ളവനായിരുന്നു, അഭിനിവേശമുള്ളവനായിരുന്നു. ഒരു എബ്രായൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പരീശന്റെ മകൻ എന്നുള്ള നിലയ്ക്ക്, ഗമാലിയേലിന്റെ കാൽക്കൽ നിന്ന് ന്യായപ്രമാണം പഠിച്ചവൻ എന്ന നിലയ്ക്ക് എന്റെ സ്വന്തം മതത്തോട് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു, വലിയ ദാഹമുണ്ടായിരുന്നു. അതിനെതിരെ നിൽക്കുവാൻ ആരെയും ഞാൻ അനുവദിച്ചില്ല. യഹൂദ മതത്തിന്റെ പ്രമാണങ്ങൾക്കെതിരായി വരാവുന്ന ഒരു പ്രസ്ഥാനവും വളർന്നു വരാൻ പാടില്ല. നസ്രായ മതം യഹൂദ മതത്തിന് എതിരാണെന്ന് വിചാരിച്ചാണ് യഹൂദന്മാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പൗലോസ് ക്രിസ്ത്യാനിത്വത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത്. ഞാൻ യഹൂദ മതത്തോട് അത്യന്തം ആഗ്രഹമുള്ള, വിധേയത്വമുള്ള, ആ സഭയുടെ, ആ മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഒരുവനായിരുന്നു എന്ന് താൻ പറഞ്ഞു. രണ്ടാമത് 9-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ 11-ാം വാക്യം വരെ നാം ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുനാമത്തിന് എതിരായി നിന്നവനാണ്. അവിടെ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞ എന്താണ് ഞാൻ ചെയ്തത്? ഞാൻ ക്രിസ്തു സഭയെ ദണ്ഡിപ്പിച്ചു, ഞാൻ അവരെ തടവിലാക്കി, ഞാൻ അവരെ നിഗ്രഹിച്ചു. പൗലോസ് തന്നെ പറയും പോലെ അനേകരെ കൊല്ലുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊലപാതകന്മാരിൽ ഒരാളാണ് എന്ന് പറയത്തക്കവണ്ണം ക്രിസ്തുമാർഗത്തിനെതിരായി പൗലോസ് അവിടെ നിൽക്കുന്നു എന്നാണ് താൻ പറയുന്നത്. യഹൂദ മതത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്നു, ക്രിസ്തുമാർഗത്തോട് എതിരായി നിന്ന ഒരുവനായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? 12-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ നാം വായിക്കുന്നത്, ഞാൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി. മതം അധികാരം കൈയാളിയ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ മഹാപുരോഹിതന്റെ ഭരണം കൈയാളുവാനുള്ള അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട്, വിസ്തരിക്കുവാനും കൊല്ലുവാനുമുള്ള അധികാരം കയ്യിൽ മേടിച്ചുകൊണ്ട് നട്ടുച്ച നേരത്ത് ദമസ്കോസിന്റെ വഴിയിലൂടെ പൗലോസ് പോവുകയാണ്. വേദപുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. അവന്റെ ജീവശ്വാസം എന്ന് പറയുന്നത് കുലയും ഭീഷണിയുമാണ്. ഒരു ചരിത്രകാരൻ പറയുന്ന പോലെ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കുല, അകത്തേക്ക് വിളിക്കുമ്പോൾ ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് കുലയും ഭീഷണിയും വിശ്വസിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് അവൻ അതിവേഗത്തിൽ ദമസ്കോസിലേക്ക് പോകുമ്പോഴാണ് ദൈവപുത്രനായ യേശുക്രിസ്തു അവനുമായി കണ്ടുമുട്ടുവാനിടയായത്. ഞാൻ ആ വാക്കുകൾ എടുത്തു പറയുന്നില്ല. പക്ഷേ 14-ാം വാക്യത്തിലെ പ്രയോഗം അത്യന്തം ശ്രദ്ധേയമാണ്. നീ എന്നെ കണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. രക്തദാഹിയായി നടക്കുന്ന ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട തർസോസിലെ ശൗല്, വിശ്വാസികളുടെ ചോര മണത്ത് നടക്കുന്ന ആ ചന്നായി, ബെന്യാമീൻ ഗോത്രത്തിലെ ചന്നായി, അവൻ രക്തദാഹിയായി പോവുകയാണ്. ദമസ്കോസിന്റെ പടിവാതിലേക്ക് പോകുവാൻ രാത്രി വേണമെന്നില്ല. വിശ്വാസികളെ കൊല ചെയ്യുവാൻ പകൽ വെളിച്ചം അവന് പേടിയില്ലാത്തതാണ്. അങ്ങനെ പോകുന്ന അവനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഒരുത്തൻ അഭിമുഖീകരിച്ചു, അല്ലെങ്കിൽ അവൻ കാണാൻ വന്നു.
ദൈവപുത്രനെ കണ്ടുമുട്ടുവാൻ ഇടയായി. ഇതൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു, വാളകത്ത് സുവിശേഷം അറിയിക്കാൻ വന്ന വിലയേറിയ ദേവദാസനാണ് C.T. മത്തായിച്ചൻ. അദ്ദേഹം മരിച്ചിട്ട് തന്നെ വളരെ വർഷങ്ങളായി. 1924 വാളകം പ്രദേശത്ത് കർത്താവിന്റെ വചനം സുവിശേഷം ആ നിലയ്ക്ക് ആദ്യമായിട്ട് അറിയിക്കാനിടയായത്. അനേക വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം മരിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 81-82 വർഷങ്ങളായി. ഇവിടെ ഈ കിഴക്കേക്കോട്ടയിൽ C.T. മത്തായിച്ചന്റെ മകൾ അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. C.T. മത്തായിച്ചൻ വന്ന കാലത്ത് വാളകം പ്രദേശത്ത് മാത്രമല്ല അതിന്റെ പരിസരങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ അതിശക്തമായിരിക്കുന്ന പ്രവാഹമാണ് ഉണ്ടായത്. ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് കായനാട്. പ്രിയ ജോയിച്ചാന്റെ ഭാര്യ മേരിച്ചേച്ചിയുടെ വീട് അതിനടുത്താണ്, മൂവാറ്റുപുഴയാറിന്റെ സമീപം. ആ മൂവാറ്റുപുഴയാറിൽ ഒരു സ്നാന ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഭയങ്കര എതിരാണ്. രണ്ട് ഭാഗത്തും തീരം നിറയെ ശത്രുക്കൾ വന്ന് അലങ്കോലം ഉണ്ടാക്കുവാൻ, സ്നാനം നടത്താതിരിക്കുവാൻ, അല്പം വിശ്വാസമുള്ളവരെ പീഡിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ സഹോദരന്മാർ പറഞ്ഞു, മത്തായിച്ച അല്പം കഴിഞ്ഞിട്ട് പോലെ, ഇന്ന് സ്നാനം വേണോ എന്നൊക്കെ സംശയം പറഞ്ഞപ്പോൾ മത്തായിച്ച പറഞ്ഞു, തീരുമാനിച്ച കാര്യം ദൈവകൃപയിൽ ആശ്രയിച്ചാണ് സ്നാനജലത്തിലേക്ക് നീങ്ങാം. അങ്ങനെ സ്നാനജലത്തിലേക്ക് താൻ കാലെടുത്ത് വെക്കുന്ന സമയത്ത് എന്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, രണ്ട് വശവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ്, സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ ആ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് മത്തായിച്ചൻ എഴുതിയ ഒരു പാട്ട് താൻ തന്നെ പാടി. സഹോദരന്മാർക്ക് അറിയാവുന്നവർക്കൊക്കെ പാടാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നു. അവരൊക്കെ ആ പാട്ട് പാടി. ആ പാട്ടിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ആ പാട്ട്? പാടുവിൻ സോദരരെ ജയഗീതങ്ങൾ, ഊതിടുവിൻ വെള്ളി കാഹളങ്ങൾ, വീരട്ട് വൈരികൾ താഴട്ടവർ ഭുജം, വാഴട്ട് യൂദയിൽ ബാലസിംഹമുത എന്നുള്ള പാട്ട് അവിടെ വെച്ച് മത്തായിച്ചൻ പാടി. ഞാൻ പാട്ടുകാരല്ലെങ്കിൽ ആ പാട്ടിന്റെ ഒരു വരി എനിക്ക് സന്തോഷകരമായി തോന്നുന്നുണ്ട്. പാടുവിൻ സോദരരെ ജയ ഗീതങ്ങൾ, ഊതിടുവിൻ വെള്ളി കാഹളങ്ങൾ, വീഴട്ടെ വൈരികൾ താഴട്ടവർ ഭുജം, വീഴട്ടെ വൈരികൾ താഴട്ടവർ ഭുജം, വാഴട്ടെ യൂദയിൽ ബാലസിംഹം മുത, വാഴട്ടെ യൂദയിൽ ബാലസിംഹം മുത. ആ പാട്ട് തുടർന്ന് പാടി കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കേട്ടത്, ഭയാനകമായ ഒരു നിശബ്ദത അവിടെ വ്യാപരിച്ചു. ഒരു ശബ്ദവുമില്ല. തികച്ചും പ്രശാന്തമായ അന്തരീക്ഷത്തിൽ അന്നത്തെ സ്നാന ശുശ്രൂഷ നടക്കുവാനിടയായി. അവർ തിരിച്ചു ഹോളിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, യഹൂദാ ഗോത്രത്തിലെ സിംഹം വീരനായി നടക്കുമ്പോൾ ആരാണ് വീഴാത്തത്? ഇന്ന് രാത്രി ഞാൻ തൃശ്ശൂരിന്റെ നഗരമധ്യത്തിൽ വെച്ച് പറയുകയാണ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പ്രാരംഭത്തിന്റെ മുൻപാകെ ഏത് എതിരാളിക്ക് നിലകൊള്ളുവാൻ കഴിയും? അവന്റെ ശക്തിയേറിയ മഹത്വത്തിന്റെ മുൻപാകെ ആര് പ്രതാപത്തോടുകൂടെ നിലകൊള്ളുവാൻ ഇടയാകും? തർസോസിൽ ശൗൽ എന്ന് പറയുന്ന ക്രിസ്തു വിരോധി അവിടെ വെച്ച് വീണു. ദൈവപുത്രനെ കണ്ടെത്തി. അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ ദൈവവൈലായി. പൗലോസിന്റെ തന്റെ വാക്ക് എടുത്തു പറഞ്ഞാൽ അത് 26-28 വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നു. ഞാൻ എന്നാണ് ക്രിസ്ത്യാനിയായി. ഇവിടെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റു പല മതങ്ങളുമുണ്ട്. അതുപോലൊരു മതമാണ് ക്രിസ്തീയ മതം എന്ന് പറയുന്നത്. എന്റെ അപ്പൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. എന്റെ അപ്പൻ പള്ളിയിൽ പോകുന്നവരായിരുന്നു.
ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. പൗലോസ് പറയുന്നത്, ഞാൻ ഒരു ചുമതലയേറ്റു. എന്നോട് ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ഒരു ശുശ്രൂഷകനാണ്, നിന്നെ ഞാനൊരു സാക്ഷിയായി നിയമിക്കുവാൻ പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ചുമതല എന്നെ ദൈവം ഏൽപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് ഞാൻ ഒരു വാക്ക് ഓർമ്മിക്കട്ടെ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൊതുവെ വിചാരിക്കുന്നത് സ്വർഗത്തിൽ പോകാനുള്ള അനുവാദമാണ്. അത് എനിക്കൊരു സംശയമൊന്നുമില്ല. സ്വർഗത്തിൽ പോകാനായിട്ട് അനുവാദം കിട്ടുന്നത് രക്ഷിക്കപ്പെടുന്നതിലൂടെയാണ്. എന്നാൽ അത് മാത്രമായിരുന്നു രക്ഷയുടെ ലക്ഷ്യമെന്ന് വരികിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതോടുകൂടെ എന്നെ സ്വർഗത്തിലേക്ക് മാറ്റാമായിരുന്നു. ഒരു പ്രയാസമില്ല, എന്നെ കർത്താവിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും ഇവിടെ വന്ന് നമ്മൾ ഇരിക്കുകയാണ്. ഉടുക്കാൻ തുണി മേടിച്ചു തന്ന്, കഴിക്കാൻ ആഹാരം തന്ന്, ആരോഗ്യവും ബലവും തന്ന്, കുടുംബജീവിതം തന്ന്, കൃപാവരങ്ങൾ തന്ന്, സഭാജീവിതം തന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അറിഞ്ഞ് അത് പ്രായോഗികമാക്കുവാൻ ഒരു ദൈവ വൈദ്യന് കഴിയേണ്ടതാണ്. ഞാൻ ഈ വാക്ക് വിശ്വാസികളോട് പറയുന്നതാണ്. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. സ്വർഗത്തിൽ എത്തിക്കുക എന്നത് മാത്രമല്ല, ഇവിടെ ആക്കിയിരിക്കുമ്പോൾ ഇവിടെ നിർവഹിക്കുവാൻ ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞ് ആ വേലയ്ക്കായി, ആ ശുശ്രൂഷയ്ക്കായി, ആ ദൈവ നിശ്ചയത്തിനായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കേണ്ടതാണ്. പൗലോസിന് അത് ബോധ്യമായി. അവൻ എന്നെ ഒരു ചുമതല അവിടെ വെച്ച് ഏൽപ്പിച്ചു. ആ ചുമതല തരുമ്പോൾ തന്നെ എന്നോടൊരു കാര്യം കൂടെ അവൻ പറഞ്ഞു. 17-ാമത്തെ വാക്യം. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വേല ഞാൻ നിന്നെ ഏൽപ്പിക്കുമ്പോൾ നീ ഓർത്തുകൊള്ളുക, നിന്നെ ഞാൻ ശരിയായ നിലയ്ക്ക് സൂക്ഷിക്കും. പൗലോസ് അപ്പോസ്തലന്റെ മരണം എന്ന് പറയുന്നത് രക്തസാക്ഷിത്വമാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റോമൻ ചക്രവർത്തിയാണ് പൗലോസിനെ കൊല്ലാൻ കൽപ്പന കൊടുക്കുന്നത്. അങ്ങനെ റോമാ നഗരത്തിന് സമീപമുള്ള 3 ഫൗണ്ടൻസ് എന്ന സ്ഥലത്ത് വെച്ച് പൗലോസ് വധിക്കപ്പെടുവാൻ ഇടയായി. അതൊരു ചരിത്രമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞത്? അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൗലോസിന് ഒരു ജീവിതാന്ത്യമുണ്ട്. ആ മരണം എങ്ങനെയായിരിക്കുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് കാര്യം പറയുന്നുണ്ട്. എന്നാൽ പൗലോസിന്റെ വേല തീർക്കുന്നത് വരെ താൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഓട്ടം തികച്ചു. പൗലോസിന്റെ വേല തീർക്കുന്നത് വരെ, പൗലോസിനെ ദൈവം നിർദ്ദേശിച്ച അവസാന ശുശ്രൂഷയിൽ ചെയ്ത് തീർക്കുന്നത് വരെ അവനെ കൊല്ലുവാനോ അവനെ നീക്കുവാനോ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. കാളായസത്തിന്റെ കാഠിന്യമുള്ള റോമൻ സാമ്രാജ്യം ഭരിക്കുന്ന കാലത്തും പൗലോസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ദൈവ നിശ്ചയത്തിനെതിരെ റോമൻ ചക്രവർത്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ അനുവദിക്കാതെ, അവൻ സമ്മതിക്കാതെ ദൈവ പൈതൃകമേ കൈവയ്ക്കുവാൻ ഒരു ചക്രവർത്തി പുങ്കവന് കഴിയുന്നതല്ല. അവൻ അനുവദിക്കണം, അവൻ സമ്മതിക്കണം. അതുവരെ ആർക്കും അവനെ കൈവയ്ക്കുവാൻ സാധ്യമല്ല. ഞാൻ ഇന്ന് രാത്രി ദൈവസഭയുടെ ധൈര്യത്തിനായിട്ട് ഇങ്ങനെ പറയട്ടെ, ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് പീഡകളിൽ കൂടെ വളർന്നു വന്ന ഒരു മാർഗമാണ്. കഴിഞ്ഞ 2000-ഓളം കൊല്ലമായി കൊല്ലപ്പെട്ടവരുടെ ചരിത്രമാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. രക്തസാക്ഷികളുടെ കണക്ക് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അടുത്ത കാലത്ത് വന്നൊരു മാസികയിൽ വായിച്ചത് ചുരുങ്ങിയത് 16 കോടി